ബിഷപ്പ് ഫ്രാങ്കോ മുളിക്കലിന്റെ സഹായി ഫാദർ ആന്റണി മാടശ്ശേരിയെ ഹവാല കേസിൽ പഞ്ചാബ് പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഡൽഹിയിൽ നിന്നുള്ള എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് വൈദികനെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. ഇയാളിൽ നിന്ന് 10 കോടിയോളം രൂപ പിടിച്ചെടുത്തു. വിവരങ്ങളുമായി ഉണ്ണികൃഷ്ണൻ ചേരുകയാണ്. ഉണ്ണി, വിശദാംശങ്ങൾ. ബിഷപ്പ് ഫ്രാങ്കോ മുളിക്കലിന്റെ സഹായിയും വിശ്വസ്തരുമായ ഫാദർ ആന്റണി മാടശ്ശേരിയാണ് പഞ്ചാബ് പോലീസ് കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത്. ഇയാളിൽ നിന്നും 10 കോടി രൂപ പിടിച്ചെടുത്തു എന്ന വിവരമാണ് ലഭിക്കുന്നത്. അനധികൃതമായി പണം കൈവശം വെച്ചതിനും അതിന്റെ ഉറവിടം വെളിപ്പെടുത്താൻ കഴിയാത്തതിനും ഇയാളെ കസ്റ്റഡിയിലെടുക്കുകയായിരുന്നു പോലീസ്. പഞ്ചാബ് പോലീസിന് കൃത്യമായ നിർദ്ദേശം നൽകിയത് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ആണ്. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ നിർദ്ദേശപ്രകാരമാണ് ഇന്നലെ രാത്രി പഞ്ചാബ് പോലീസിന്റെ സംഘം ആന്റണി മാടശ്ശേരിയെ കസ്റ്റഡിയിൽ എടുത്തത്. ഇയാളെ വിശദമായ ചോദ്യം ചെയ്യലിന് വിധേയനാക്കുകയാണ്. ജലന്ധറിലെ പർത്താപുരയിലുള്ള വസതിയിൽ നിന്നാണ് വൈദികനെ ഇന്നലെ രാത്രി കസ്റ്റഡിയിലെടുത്തത്. കണക്കിൽപ്പെടാത്ത പണം ഇവിടെ നിന്ന് എത്തി, എന്താണ് ഈ പണം കൊണ്ട് ഉദ്ദേശിച്ചിരിക്കുന്ന കാര്യങ്ങൾ എന്നൊക്കെ ചോദ്യം ചെയ്യലിൽ അറിയാനുള്ള നീക്കമാണ് നടക്കുന്നത്. ഈ പണം എത്തിച്ചതിനും അത് കൈകാര്യം ചെയ്തതിനും ഫ്രാങ്കോ മുളിക്കലുമായി ബന്ധമുണ്ടോ എന്ന വിവരവും ആരായുമെന്നാണ് പോലീസ് സംഘം അറിയിച്ചിട്ടുള്ളത്. ഈ കസ്റ്റഡിയിലെടുത്തതുമായി ബന്ധപ്പെട്ട് ഇന്ന് പോലീസിന്റെ ഭാഗത്തു നിന്നും ഔദ്യോഗികമായ വിശദീകരണം ഉണ്ടായേക്കും. രാവിലെ വാർത്താ സമ്മേളനം വിളിച്ച് പോലീസ് കാര്യങ്ങൾ അറിയിക്കുമെന്നാണ് ലഭിക്കുന്ന വിവരം. ഫ്രാങ്കോ മുളിക്കലിനെ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും അദ്ദേഹത്തിന്റെ ഫോണുകൾ രണ്ടും സ്വിച്ച് ഓഫ് ആണ്. മാത്രമല്ല അദ്ദേഹത്തിന്റെ വിശ്വസ്തരും ഫ്രാങ്കോ മുളിക്കൽ എവിടെയാണെന്ന വിവരം നൽകാൻ തയ്യാറാകുന്നുമില്ല. ഏതായാലും ഈ പണം കൊണ്ടുവന്നതിന്റെ വിശദാംശങ്ങൾ, പ്രത്യേകിച്ച് ഇപ്പോൾ തിരഞ്ഞെടുപ്പ് കാലമായതുകൊണ്ട് തന്നെ ഇത്രയധികം പണം കൊണ്ടുവന്നതിന് പിന്നിൽ മറ്റെന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ എന്ന കാര്യവും അന്വേഷിക്കുമെന്നാണ് പഞ്ചാബ് പോലീസും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വൃത്തങ്ങളും നൽകുന്ന സൂചന. ശരി ഉണ്ണി. ബിഷപ്പ് ഫ്രാങ്കോ മുളിക്കലിന്റെ സഹായി ഫാദർ ആന്റണി മാടശ്ശേരിയാണ് ഹവാല കേസിൽ പഞ്ചാബ് പോലീസിന്റെ കസ്റ്റഡിയിലായിരിക്കുന്നത്. വിശദാംശങ്ങളാണ് ഉണ്ണികൃഷ്ണൻ നൽകിയത്.